വളരെ പ്രധാനമായിട്ടും ഇന്നത്തെ സുപ്രഭാതവും മനോരമയൊക്കെ ലീഡ് വാർത്തയാക്കി കൊടുത്തിട്ടുള്ളൊരു വാർത്ത, സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കൈയിട്ട് സർക്കാർ എന്ന തലക്കെട്ടോടു കൂടി അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വാർത്ത വരികയാണ്. പ്ലാൻ ബി. അത് കഴിഞ്ഞ ബജറ്റ് അവതരണത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണ് പ്ലാൻ ബി നടപ്പിലാക്കുമെന്ന്. പക്ഷെ പ്ലാൻ ബി എന്ന് പറഞ്ഞത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ 25% വരെ മാസം ഈടാക്കി അത് പിരിയുന്ന സമയത്ത് അഥവാ അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് തന്നെ ലഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇത് എത്രമാത്രം പ്രാവർത്തികമായിരിക്കും, ഉദ്യോഗതലത്തിൽ എത്രമാത്രം പ്രതിഷേധങ്ങൾക്ക് ഈ വകുപ്പ്, ഈ ഒരു പദ്ധതി കൈവരും എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. കാരണം പദ്ധതി പാസ്സായി, ഇന്നത് വാർത്തയായി കഴിഞ്ഞാൽ പിന്നീട് അത് വിവാദമാകും. ആ വിവാദമായി കഴിഞ്ഞാൽ പ്രക്ഷോഭങ്ങളുണ്ടാകും, സമരങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ കാലത്ത് സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചല്ലാതെ സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് പറയാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഈ പ്ലാൻ ബി, ജീവാനന്ദം എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി നടപ്പിലാവുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് തന്നെ ആ പണം ലഭ്യമാകും എന്നാണ് പറയപ്പെടുന്നതെങ്കിലും പക്ഷേ ആ രീതിയിലല്ല ആയിരിക്കില്ല കാര്യങ്ങൾ എന്നത് നേരത്തെ തന്നെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. മെഡിസപ്പിൽ മാസം 500 രൂപ ഒരു ഉദ്യോഗസ്ഥന്റെ പോക്കറ്റിൽ നിന്ന് സർക്കാർ ഈടാക്കുന്നുണ്ടെങ്കിലും മെഡിസപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടത്ര പരിഗണന ചികിത്സാ രംഗത്ത് ഈ ആളുകൾക്ക് ലഭ്യമാകുന്നില്ല എന്ന വലിയ പരാതി സർക്കാർ തലത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് നിലവിലുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ പലതിലും ഈ മെഡിസപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ, അതിനുള്ള സൗകര്യം ലഭിക്കുന്നില്ല. മുൻകൂർ പണം അടച്ചാൽ അല്ലാതെ ഇവർക്ക് ഇത് ലഭ്യമാകുന്നില്ല. ഇനി പണം അടച്ചവർക്കൊക്കെ സർക്കാരിൽ നിന്ന് മെഡിസപ്പ് പദ്ധതി വഴി ലഭിക്കേണ്ട തുക ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നില്ല. പരാതികൾ നിരന്തരം പറയുന്നു, പക്ഷെ പരിഹാരങ്ങൾ ഇല്ലാതെ പോകുന്നു. പരാതികളുടെ എണ്ണങ്ങൾ ദിനേന എന്നോണം കൂടിക്കൊണ്ടിരിക്കുന്നു. നാഥനില്ല പദ്ധതിയായി മെഡിസപ്പ് മാറുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പലതരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് 25% ശമ്പളത്തിൽ നിന്ന് ഈടാക്കി ജീവാനന്ദം എന്ന പേരിൽ പുതിയ ഒരു പദ്ധതിക്ക് കൂടി സർക്കാർ തുടക്കമിടുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി സുപ്രഭാതം അത് നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം സർക്കാർ ജീവനക്കാർക്ക് മാസം തോറും നിശ്ചിത തുക ലഭിക്കുന്നതാണ് പദ്ധതി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സമാഹരിക്കുകയാണെങ്കിൽ ഈ 25% സർക്കാർ ജീവനക്കാരിൽ നിന്ന് സമാഹരിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ചെറിയൊരു കണക്ക് കൂടി സുപ്രഭാതത്തിൽ നൽകിയിട്ടുണ്ട്. ഏകദേശം 3300 കോടി രൂപയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടി മാത്രം ഖജനാവിൽ നിന്ന് സർക്കാർ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സർക്കാരിന് ഇതിൻ്റെ 10% പിടിച്ചാൽ 330 കോടി രൂപ മാസാന്തം ലഭിക്കുമെന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാരിൽ നിന്ന് 10% ലഭിക്കുന്നതെങ്കിൽ 330 കോടി രൂപ മാസം ലഭിക്കും. ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്നവരിൽ നിന്ന് കൂടുതൽ തുക പിടിച്ചാൽ 500 കോടിക്ക് മുകളിൽ ഇത് ഈ ലാഭകരമാക്കാൻ സാധിക്കും എന്നതാണ് സർക്കാർ ഇതിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത്. ഇതേ വാർത്ത മലയാള മനോരമ നൽകിയത് ജീവാനന്ദം ആനന്ദത്തിൽ ആശങ്ക എന്ന പേരിലാണ് ഈ മനോരമ ഈ വാർത്ത ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു പദ്ധതി, പങ്കാളിത്ത പെൻഷൻ പദ്ധതി, മെഡിസപ്പും പോലെ എല്ലാ ജീവനക്കാർക്ക് ജീവാനന്ദത്തിലേക്ക് തുക നൽകേണ്ടി വരുമോ? നിശ്ചിത തുക തന്നെ നിക്ഷേപിക്കണോ, അതോ ജീവനക്കാർക്ക് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കാമോ? ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം സർക്കാർ തലത്തിൽ എടുക്കുന്ന പല തീരുമാനങ്ങളോടും സർക്കാർ ഉദ്യോഗസ്ഥർ പലപ്പോഴും വഴങ്ങാറില്ല. അത് വലിയ പ്രക്ഷോഭത്തിനും ഭരണസ്തംഭനത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് NGO-കളുടെയൊക്കെ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നതൊക്കെ കേരളത്തിൽ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ്. ഇതിനോട് സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെ പ്രതികരിക്കും, ഇനി മന്ത്രി തന്നെ ഇതിൽ എത്രത്തോളം വ്യക്തതകൾ കൈവരുത്തും എന്നത് സംബന്ധിച്ചും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഇങ്ങനെയൊരു പദ്ധതി സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ സ്വാഭാവികമായും അവർക്ക് പ്രതിഷേധം ഉണ്ടാകുവാനുള്ള കാര്യം തന്നെയാണ് എന്നതിൽ ആശങ്കകൾ ഒന്നും നമുക്കില്ല എന്ന കാര്യത്തിൽ നമുക്ക് കർക്കശമായിട്ട് തന്നെ ആ വിഷയം പറയാൻ കഴിയും. ഞാൻ എൻ്റെ നമ്മൾ ഈ സർക്കാരിൻ്റെ
വരുമാനത്തെ കുറിച്ചിട്ടൊക്കെയാണ് ആശങ്കപ്പെടാറുള്ളത്. പലപ്പോഴും സർക്കാർ പറയാറുണ്ട് ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് വലിയ ലാഭം കിട്ടാറുണ്ട്, ബീവറേജസ് ഔട്ട്ലെറ്റുകൾ വഴി കൂടുതൽ ലാഭം തരുന്നൊരു പദ്ധതിയാണ് ബീവറേജസ് ഔട്ട്ലെറ്റുകൾ എന്ന രീതിയിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും നമ്മൾക്ക് സംസ്ഥാനത്തിന് തന്നെ വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ചെറിയ ചെറിയ പദ്ധതികളൊക്കെ അവലംബിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് സാമ്പത്തിക മാന്ദ്യത്തെയൊക്കെ മറികടക്കാൻ സാധിക്കും എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്രൈസിസ് മാനേജ്മെന്റ് നേരിടുവാനുള്ള ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കാര്യങ്ങൾ കൈമാറി അത് നടപ്പിലാക്കുവാനുള്ളൊരു കമാൻഡിങ് പവർ പല വകുപ്പുകളിലും ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വകുപ്പുകളുടെ ആവശ്യത്തിലധികം വകുപ്പുകളും ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ പോലും പല വകുപ്പും പലപ്പോഴും അവർക്കൊന്നും പ്രവർത്തിക്കേണ്ടി വരാറില്ല എന്നുള്ളതും, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ആ വകുപ്പ് ഉണ്ടായത് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ല. ഉദാഹരണത്തിന് കൃഷി വകുപ്പിനെ തന്നെ നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ കൃഷി വകുപ്പിന് കീഴിൽ ഏകദേശം ഒരുപാട് വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അതിൻ്റെ കീഴിലുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കൃഷിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഉള്ള നെൽവയലുകൾ കൂടി ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഒരു ആശ്രിത സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഞാൻ ഈ അടുത്തൊരു ഫോറസ്റ്റിലൂടെ കുറച്ച് യാത്രകൾ പോയി. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട് വഴി മുത്തങ്ങ വഴി കർണാടകയിലേക്ക് നമ്മൾ പോകുമ്പോൾ കർണാടകയുടെ ചെക്ക് പോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 20 രൂപ അവർക്ക് ആദ്യത്തെ ഫോറസ്റ്റിൻ്റെ എൻട്രിയിൽ നമ്മൾ അവർക്ക് ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഓരോ വാഹനവും 20 രൂപ കൊടുക്കണം. ഇത് കഴിഞ്ഞ് കിലോമീറ്ററുകൾ പിന്നിട്ട് ആ ഫോറസ്റ്റ് നമ്മൾ കടക്കുകയാണെങ്കിൽ അത് അവസാനിക്കുന്നിടത്തും 20 രൂപ കൊടുത്തതിന് ശേഷമേ ഗുണ്ടൽപേട്ടിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. ഇനി അതുവഴി മുതുമലൈ വഴി നമ്മൾ പ്രവേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മുതുമലൈ വഴി ചെന്നാൽ അവിടെയും കർണാടകത്തിൻ്റെ ഫീസ് കൊടുക്കണം. അത് കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് വരുന്ന സമയത്ത് അവിടെ തമിഴ്നാടിനും കൊടുക്കണം, എക്സിറ്റിലും കൊടുക്കണം, അതുപോലെ തന്നെ എൻട്രിയിലും നമ്മൾ പണം കൊടുക്കണം. ഇത് നേരെ മറിച്ച് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരാൾ വരികയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഈ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഫീസും നമ്മൾ ഈ ഭാഗങ്ങളിലൊന്നും ഈടാക്കുന്നതായി കണ്ടില്ല. എൻട്രിയിലുമില്ല, എക്സിറ്റിലുമില്ല. നമ്മൾ അവിടേക്ക് പോകണമെങ്കിൽ 40 രൂപ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഒന്നും തന്നെ കൊടുക്കാതെ, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് അത് വലിയ ബാധ്യതയാകും എന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഭദ്രത ആ രീതിയിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സർക്കാരിന് നടപ്പിലാക്കാവുന്ന പദ്ധതി മാത്രമാണത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വരുമാനം ലഭിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണ്. ഈ ടൂറിസം മേഖലയിൽ സംസ്ഥാന സർക്കാരിന് ഒരുപാട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഊട്ടിയിലേക്കൊരു യാത്ര പോവുകയാണ് എന്ന് സങ്കല്പിക്കുക. ഊട്ടിയിലെ ഓരോ മലമുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിലും വളരെ പോകുന്ന വഴിക്കൊക്കെ പലതരത്തിലുള്ള കുന്നുകൾ കാണാം, പലതരത്തിലുള്ള പ്രകൃതിപരമായിട്ടുള്ള പല രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെയൊക്കെ പോകുന്ന സ്ഥലത്ത് ഒരു 10 രൂപ അല്ല 5 രൂപ അല്ല 20 രൂപ ഒക്കെ ടിക്കറ്റ് അവരവിടെ ഈടാക്കുകയാണ്. അതുവഴി അവിടെ ഇഷ്ടം പോലെ ആളുകൾ എത്തുകയാണ്. നമുക്ക് കേരളത്തിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന എത്ര ടൂറിസ്റ്റ് പ്ലോട്ടുകളുണ്ട്, എത്ര വെള്ളച്ചാട്ടങ്ങളുണ്ട്, എത്ര പലതരത്തിലുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇവിടങ്ങളിലൊക്കെ സർക്കാർ എന്ത് തരത്തിലുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? പോട്ടെ, അവിടേക്കൊരു ഗതാഗത യോഗ്യമായ റോഡ് സംവിധാനം കൊടുക്കാൻ നമുക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല. ഈ കോഴിക്കോട് ജില്ലയുടെ നഗരപ്രദേശത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഒളോപ്പാറ എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്തെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 15 കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. അപ്പൊ ഈ ഒരു 15 കിലോമീറ്ററിനുള്ളിൽ അവിടേക്ക് നമ്മൾ ചെന്നൊരു നല്ല ഗതാഗത യോഗ്യമായ ഒരു റോഡ് ഇപ്പോഴും അവിടെ ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവിടെ സന്ദർശിച്ച ഒരാളാണ്. ഒരു നല്ലൊരു റോഡ് അവിടേക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ രീതിയിൽ ആളുകളെ ആകർഷിക്കുവാനുള്ള, ആളുകൾ ഇപ്പോൾ യാത്രകളൊക്കെ പോകുവാനൊക്കെ വളരെ ഉത്സാഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. യാത്രകൾക്ക് ഗണ്യമായ വർധനമുണ്ടായി. പക്ഷെ അതൊക്കെ ഈ യാത്രകളൊക്കെ സർക്കാർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, ഖജനാവിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനങ്ങൾ ലഭിക്കുന്ന രീതിയിലേക്ക് സർക്കാർ അതിനെയൊക്കെ കാണുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ കഴുത്തിന് പിടിച്ച് അവരുടെ ശമ്പളത്തിൽ കൈയിട്ട് വാരുന്ന ഒരു പദ്ധതിക്ക് ഒന്നും പോവേണ്ടതില്ല. മനസ്സ് തുറന്ന് കണ്ണ് തുറന്ന് കൃത്യമായി ആ പദ്ധതികൾ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ച് ആ പദ്ധതിക്ക് വേണ്ടി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ കൃത്യമായി
ഖജനാവിലേക്ക് വരുമാനം എത്തും. ഞാൻ പറഞ്ഞത് കേവലം ഒന്നോ രണ്ടോ ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ ഒട്ടനേകം കായിക രംഗത്ത് നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും. കായിക രംഗത്ത് സാധിക്കും, വ്യവസായ രംഗത്ത്, IT രംഗത്ത് ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഇതുകൊണ്ടൊരു വീക്ഷണക്കുറവ്, ഒരു കുറവ് ഒക്കെ പ്രസ്താവനകളിലും പൊതുയോഗങ്ങളിലും സ്റ്റേജിലും മാധ്യമങ്ങളിലും മാത്രമായിട്ട് നിലനിന്ന് പോവുകയാണ്. പ്രായോഗിക തലത്തിൽ അത് എത്രമാത്രം എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്.